ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ടോൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വാനില ഫ്ലേവറിലുള്ള കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷൻസും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വാനില ഫ്ലേവറിലുള്ള കേക്ക് ബേസാണ്. 7 ഇഞ്ച് വലുപ്പത്തിലുള്ള കേക്ക് ബേസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ സൈഡ്സ് ഒക്കെ ഒന്ന് ട്രിം ചെയ്ത് മാറ്റണം. ആ ഒരു ബ്രൗൺ കളറിലുള്ള ആ ഒരു പോർഷൻ ഒന്ന് ട്രിം ചെയ്ത് മാറ്റണം. എന്നിട്ട് നമുക്ക് ഈ കേക്ക് 3 ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ആദ്യം കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം സ്ലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സെറേറ്റഡ് ആയിട്ടുള്ള നൈഫ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഈ കേക്ക് 3 ലെയറായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത കേക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് പിങ്ക് കളറിലാണ്. സെയിം ബാറ്ററിൽ തന്നെ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ കേക്കും ഞാനിവിടെ 3 ആയിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ബൗളും വിസ്ക് അറ്റാച്ച്മെൻറ്റും കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ ഡയറി വിപ്പിംഗ് ക്രീം ആണ്. ഇത് ഓൾറെഡി മധുരമുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് ഷുഗറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് മാക്ടോപ്പിൻ്റെ നോൺ ഡയറി വിപ്പിംഗ് ക്രീം ആണ്. അപ്പോൾ ഇതൊരു വാനില ഫ്ലേവറിലാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് എസൻസ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. സ്റ്റിഫ് പീക്കായിട്ട് വരുന്നവരെ ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. ക്രീം നന്നായിട്ട് വിപ്പായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പാച്ചുലയിൽ എടുത്തിട്ടൊന്ന് കമഴ്ത്തി പിടിച്ച് നോക്കിയാൽ മതി. ക്രീം താഴെ പോകുന്നില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. നമുക്കിനി കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ടൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിങ്ക് കളറിലെ ലെയറാണ് ആദ്യം വെച്ച് കൊടുത്തത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് അതിനൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവുമാണ്. നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പിൻ്റെ ചൂടാറിയതിന് ശേഷമാണ് ഇതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് നമുക്ക് ഒരു ലെയർ ക്രീമും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് വൈറ്റ് കളറിലുള്ള കേക്ക് സ്ലൈസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ കേക്കും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുകളിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള 4 ലെയറും ചെയ്തെടുക്കാം. 6 ലെയറുള്ള കേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല ഹൈറ്റ് ഉണ്ടാവും അതിന്. ഇപ്പോൾ ഞാനിവിടെ 6 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം ഒന്ന് മുകളിലും അതിൻ്റെ സൈഡ്സിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ കേക്ക് ലെയർ ചെയ്ത സമയത്തുള്ള ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ക്രീം അപ്ലൈ ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് നല്ല സ്മൂത്താക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ കേക്ക് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് പീസിൽ എന്തെങ്കിലും ക്രീമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. 30 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ക്രീം വെച്ചിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ കേക്കിൻ്റെ താഴെയായിട്ടൊരു പിങ്ക് ഷെയ്ഡ് കൂടി കൊടുക്കുന്നുണ്ട്. പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ കുറച്ച് റെഡ് കളറിലുള്ള ജെൽ ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് സ്മൂത്ത് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ആ സ്പാച്ചുല ഒന്ന് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്മൂത്തും ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ കേക്ക് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. 1 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതാദ്യം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം.
ഇപ്പോൾ ഞാൻ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിന് മുകളിലായിട്ട് ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ളൊരു ബൗൾ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/3 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മെൽറ്റായി വരുന്നവരെ അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് മുഴുവനായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ അതിൽ ചോക്ലേറ്റിൻ്റെ പീസസ് ഉണ്ടാവാനായിട്ട് പാടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് ആറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരുപാട് തണുത്ത് പോകേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്കിനി കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് കളറിലുള്ള ജെൽ കളർ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. അപ്പോൾ ഈ ഗനാഷ് കേക്കിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് വളരെ ചെറിയ ചൂടേ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഇവിടെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് ഈ ഗനാഷ് നന്നായിട്ട് തണുത്ത് അത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ബോയിലർ വെച്ച് തന്നെയാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ നമുക്കതിനെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു പോർഷൻ ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടുള്ളത് കൊണ്ട് തന്നെ റെഡ് കളർ നന്നായിട്ട് മിക്സ് ആയിട്ട് വരത്തില്ല, കുറച്ച് ഗ്രെയിനി ആയിട്ടാണ് ഉണ്ടാവുക. അത് കുഴപ്പമില്ല, നമുക്ക് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കിട്ടിയാൽ മതി. പിന്നെ ഗനാഷ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചൂടോടുകൂടി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കളറങ്ങ് മാറിപ്പോകും. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ ജെൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇനി ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ പിങ്ക് കളറിലുള്ള ചോക്ലേറ്റും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് കനം കുറച്ച് സ്പ്രെഡ് ചെയ്തെടുക്കരുത്, കുറച്ച് കട്ടി ഉണ്ടാവണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ഈ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ടൊരു ക്ലിപ്പ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഡെക്കറേഷൻസും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രോപ്സ് വൈറ്റ് ചോക്ലേറ്റ് ഒരു ബേക്കിംഗ് പേപ്പറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 15 തൊട്ട് 30 മിനിറ്റ് വരെ റൂം ടെമ്പറേച്ചറിൽ മാറ്റി വയ്ക്കണം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിതുപോലെ തന്നെ ഒരു വലിയ പീസും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ബ്രേക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് കേക്കിൽ വെച്ച് കൊടുത്തത്. ഇനി നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലാസ്സിലൊന്ന് ഡ്രിപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് കേക്കിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്കിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കേക്കിന് നല്ല തണുപ്പുണ്ടായിരിക്കണം. ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡ്സിലൂടെ ഇതുപോലെ ഒന്ന് ഡ്രിപ്സ് വരച്ചു കൊടുക്കാം. ഇടയ്ക്ക് കുറച്ച് വലിയ ഡ്രിപ്സും ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ ഗനാഷ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഈ ഗനാഷ് അങ്ങ് സെറ്റ് ആവും, കാരണം തണുത്ത കേക്കിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് മാക്കറോൺസും വൈറ്റ് ചോക്ലേറ്റും വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. മാക്കറോൺസിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. മാക്കറോൺസ് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ താഴെയും കൂടി 2 മാക്കറോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിന് മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റാർ ടിപ്പുള്ള നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റും പിങ്കും കളറിലുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. ഇനി അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഷുഗർ പേൾസും യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്പ്രിങ്കിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒന്ന് നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.